بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. വിശുദ്ധ റമദാൻ ധാരാളം അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം, നിസ്കാരങ്ങൾ, റമദാനുമായി ബന്ധപ്പെട്ട പ്രത്യേക നിസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ ധാരാളം സുന്നത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. അതിലുപരിയായി സ്വദഖകൾക്കും ആ ധർമ്മങ്ങൾ അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നു. നേരത്തെ മറ്റ് അമലുകൾക്ക് പറഞ്ഞതുപോലെ തന്നെ ഓരോ അമലിനും 10ഉം 70ഉം പ്രത്യേക ദിവസങ്ങളിൽ അതിലുപരിയും പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ സംരക്ഷിക്കുന്നതും അവർക്ക് സംരക്ഷണം ലഭിക്കുന്നതും ഓരോ ധർമ്മങ്ങളെ കൊണ്ടാണെന്ന് എല്ലാവിധ മതവിഭാഗങ്ങളുടെയും ആരാധനകൾക്ക് മുമ്പിലും എഴുതി വെച്ച് നമുക്ക് കാണാം. അസ്സദഖത്തു റദ്ദുൽ ബലായ, മുസീബത്തുകളും ആഫത്തുകളും മനുഷ്യന്റെ ധർമ്മം കൊണ്ടാണ് തടുക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായ ഒരു ധർമ്മം അള്ളാഹു നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സക്കാത്തിലൂടെയാണ്. എന്നാൽ റമദാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ സക്കാത്ത് അത് ഈദുൽ ഫിത്തറിൽ നാം നൽകുന്ന ശരീരത്തിൻ്റെ സക്കാത്തായ ഫിത്തർ സക്കാത്ത് മാത്രമാണ്. സമ്പത്തിൻ്റെ സക്കാത്തും കച്ചവടത്തിൻ്റെ സക്കാത്തും മറ്റ് സക്കാത്തുകൾ അത് യഥാർത്ഥത്തിൽ റമദാനുമായി ബന്ധപ്പെട്ടതല്ല. ഓരോ മനുഷ്യൻ്റെയും സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ട നിശ്ചിത അളവെത്തുകയും ആ എത്തിയ സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ട സമയം. ഉദാഹരണത്തിന് ജനുവരി 1 കച്ചവടം ആരംഭിച്ച മനുഷ്യൻ അയാൾ അടുത്ത ജനുവരി 1 അതിൻ്റെ കണക്കെടുത്ത് സക്കാത്ത് നിർണയിച്ച് മാറ്റിവെക്കുകയാണ്. ഉടനെ വിതരണം ചെയ്യാവുന്നതാണ്. അത് പുണ്യമുള്ള മാസത്തിലേക്ക് റമദാനിലേക്ക് മാറ്റിവെക്കുന്നത് കൊണ്ട് വിരോധമില്ലെങ്കിലും യഥാർത്ഥത്തിൽ റമദാൻ സക്കാത്ത് വിതരണത്തിൻ്റെ സമയമല്ല, മറിച്ച് ഐച്ഛികമായ ധർമ്മങ്ങളിലൂടെ മാലുൽ മുസക്കി മഹ്ഫൂദും ഫി ഹിർസില്ല, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, സക്കാത്ത് നൽകിയവന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അതിന്റെ അർത്ഥം സക്കാത്ത് നൽകാത്തവന്റെ സമ്പത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തുകയില്ല. അവന്റെ സ്വയം സംരക്ഷണത്തിൽ അത് സൂക്ഷിക്കപ്പെടാനും പ്രയാസമാണ്. അതുകൊണ്ട് സക്കാത്ത് ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ്റെ സമ്പത്തിലും ശരീരത്തിലും ഫിത്ർ സക്കാത്ത് അവൻ്റെ ശാരീരികമായ അവൻ ബന്ധപ്പെട്ട ആളുകളുടെയും സംരക്ഷണത്തിനു കൂടിയാണെന്ന് ഈ ഹദീസിൻ്റെ ധ്വനിയിൽ കാണാം. അതുപോലെ തന്നെ മാ ഹലക മാലുൻ ഫി ബർരിൻ വലാ ബഹരിൻ ഇല്ലാ ബിഖബ്ദി സക്കാത്ത്. മറ്റൊരു ഹദീസ് കാണാം, കരയിലോ കടലിലോ ഒരു അടിമയുടെയും സമ്പത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അവൻ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചത് കൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ സംരക്ഷിക്കും. അവന് വഴിപ്പെട്ടവരാവണം. അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നാണെങ്കിലും പൈശാചികമായ അതുപോലെ തന്നെ മറ്റ് ദുർശക്തികളിൽ നിന്നുള്ള ഇടപാടുകളും അവരുടെ ആക്രമണങ്ങൾക്കും വിധേയമാകുന്നത് ഒരു വേള മനുഷ്യൻ അള്ളാഹുവിനെ തൊട്ട് അകന്നത് കൊണ്ടാണ്. പൂർണ്ണനായ ഒരു മനുഷ്യൻ, അതിനുദാഹരണമാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം ഈ മാസത്തിൽ സ്മരിക്കുന്ന ബദറിലടക്കം എത്ര പ്രയാസങ്ങളും ലോകം ഒന്നാകെ തങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടും തങ്ങളെ സംരക്ഷിച്ച് ഉത്കൃഷ്ടരായി സമുദായത്തിനും ലോകത്തിനും മാതൃകയായ വലിയൊരു വിപ്ലവത്തിന് അള്ളാഹു തആല വഴിയൊരുക്കിയത് അള്ളാഹുവിലേക്ക് പൂർണ്ണമായ സമർപ്പിച്ച, അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായതുകൊണ്ടാണ്. എന്നാൽ പിന്നെ എല്ലാ അടിമകളെയും തെരഞ്ഞെടുത്തുകൂടെ എന്നതിന് മറുപടിയില്ല. അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ തരത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തുകളെ കൊണ്ട്, പ്രത്യേകിച്ച് നിർബന്ധമായ കടമകൾക്ക് പുറമെ അത് നമ്മുടെ ബാധ്യതകളാണ്, അതിന് പുറമെ ഐച്ഛികമായ സുന്നത്തുകളിലും ധർമ്മങ്ങളിലൂടെയും റബ്ബിലേക്ക് ഉയരുകയും ഉയർന്ന ആളുകൾക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധർമ്മത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. ഇമാം കബിഷാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ ഒരു ഹദീസ് വിശദീകരിക്കാൻ സമയം വളരെ ശുഷ്കമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് പ്രത്യേകമായി പറയാം. അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്സിമു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്ന 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ എണ്ണിയ ഒന്നാണ് മാ മാ നഖസ മാലു അബ്ദിൻ ബിസദഖതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഒരു അടിമയുടെയും മുതൽ അവൻ ധർമ്മം ചെയ്ത കാരണത്താൽ കുറഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഐശികമായ ധർമ്മങ്ങൾ, നിർബന്ധമായ സക്കാത്തുകൾ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്വത്തിൽ വർധനവ് നൽകാൻ വേണ്ടിയാണ്. കടമുള്ള ആളുകൾ, അതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവർക്കൊക്കെയും അവരുടെ ക്ഷേമത്തിലും ഇല്ലാത്തപ്പോഴും ഉള്ളതിനനുസരിച്ച് ചെറിയ ധർമ്മങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കുമ്പോൾ ഖൈറായ വിജയത്തിന്റെ വഴികൾ റബ്ബ് തുറന്നു തരും. അതുകൊണ്ട് റമദാൻ ധർമ്മത്തിൽ കൂടി ഉപയോഗപ്പെടുത്തി, പ്രത്യേകിച്ച് അവസാന 10 നാം ധർമ്മത്തിൽ സജീവമാവുക. ഫിത്ർ, സക്കാത്ത് അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഞാൻ കൊടുക്കേണ്ട അർഹനാണോ അല്ലേ എന്ന് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ഉസ്താദന്മാരിലും മറ്റും മനസ്സിലാക്കി അത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നാം സക്കാത്തുമായും ധർമ്മവുമായും ബന്ധപ്പെടുക. അള്ളാഹു റമദാൻ കൊണ്ട് വിജയിച്ച് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.